നിങ്ങളെല്ലാവരും രാവിലെ പൂക്കളമൊക്കെ ഇട്ടോ? എന്തായാലും ഈ വട്ടം നമുക്ക് പൂക്കളമൊന്നും ഇടാൻ പറ്റൂല കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ അത്തത്തിൻ്റെ അന്നായിരുന്നു എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചിട്ട് 1 വർഷമാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തത്തിൻ്റെ അന്ന് നമ്മൾ പ്രത്യേകിച്ച് പൂക്കളം ഇടാനൊന്നും പോയില്ല. അപ്പോൾ അത്തത്തിൻ്റെ അന്ന് പൂക്കളം ഇട്ടില്ലേ, പിന്നീടുള്ള 10 ദിവസം, 10 ദിവസമല്ല, നമ്മൾ ഉത്രാടത്തിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇടാം, അതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആ ഒരു ഫുൾ ദിവസങ്ങൾ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ വട്ടം പൂക്കളം ഇടാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ ഓണം ഈ വട്ടം ഉണ്ടാവും. കാരണം ഓണം അങ്ങനെ അവരുടെ സന്തോഷത്തിനായിട്ട് അവർക്ക് വെച്ച് കൊടുക്കൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഓണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ ഇനിയിപ്പോൾ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിനി രാവിലെ ഫുഡ് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിന് മുന്നേ ഇനിയിപ്പോൾ രാഹുലേട്ടനുള്ള ചായയും കൂടി ഉണ്ടാക്കണം. ഞാൻ രാവിലെ അമ്മ ചായ ഇട്ട് വെച്ചത് കുടിച്ചു. ഇവിടെ പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട് ജിയോ മാർട്ടിൽ നിന്ന് പഞ്ചസാര ഓർഡർ ചെയ്ത് വരുത്തിയതിന് ശേഷമാണ് ഞാൻ രാഹുലേട്ടന് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളി മീൻ പിടിക്കാൻ രാവിലെ പോയതാണ്, എന്നെ വിളിക്കുക പോലും ചെയ്തില്ല. രാവിലെ ഒരു 6 മണിക്കോ മറ്റോ കണ്ട് പുള്ളി പോയിട്ടുണ്ടാകും. ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈയിടെയായിട്ട് എന്നെ വിളിക്കല്ലേ, എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടെന്ന്. അങ്ങനെ എന്തായാലും രാഹുലേട്ടനുള്ള ചായ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചായയല്ലേ പിന്നെയും പിന്നെയും കുടിച്ചുകൊണ്ടേ ഇരിക്കും. അതെൻ്റെ ഒരു പ്രശ്നം കേട്ടോ. എനിക്ക് ചായ ഇങ്ങനെ കിട്ടുമ്പോഴെല്ലാം ഞാൻ കുടിക്കും. അതിപ്പോൾ എനിക്കൊരു ഭയങ്കര അഡിക്ഷനായി മാറിയിട്ടുണ്ട്. ഇനി പതിയെ മാറ്റുന്നത് നല്ല ശീലമല്ല, നമുക്ക് ഭയങ്കര കേടാണിതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അരിഞ്ഞു വെക്കണം. അപ്പോൾ ഇന്ന് അമ്മ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ മാത്രം നിൽക്കുന്നുള്ളൂ. അപ്പോൾ അമ്മയാണ് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ നമ്മുടെ പിത്തൂറിന് എണ്ണീറ്റ് വന്നപ്പോൾ ഇനിയിപ്പോൾ അവനുള്ള ഒരു അപ്പം, 1-2 അപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവന് വന്നു കഴിഞ്ഞാൽ രാവിലെ അവൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഫുഡ് കിട്ടണം. അവൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അവൻ വരും. അവന് കൊടുക്കാനുള്ളത് നമ്മൾ ആ സമയത്ത് കൊടുത്തിരിക്കണം. അത് ഭയങ്കര നിർബന്ധമാണ് ഇപ്പോൾ അവന്. പക്ഷെ നല്ലൊരു ശീലമാണ്, ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ. അവനിടയ്ക്ക് ഇപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 എണ്ണം വെച്ചൊക്കെ കഴിച്ചോളും. അപ്പോൾ എന്തായാലും അവനുള്ള അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞങ്ങൾ അമ്മ ദാ അവിടെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കൊക്കെ മാറിയേക്കാണ്. നിങ്ങളെല്ലാവരും വീട് ഡീപ്പ് ക്ലീൻ ചെയ്യണം, അല്ലെ വീട് വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ കുറേയൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പം തന്നെ നമ്മൾ ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ക്ലീൻ ചെയ്തിട്ടേക്ക് ഭയങ്കര പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായാലും എനിക്കായാലും ഇവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെക്കണം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ സ്റ്റൗ ഉണ്ടല്ലോ, ഈ സ്റ്റൗ ഒന്ന് മാറ്റണം. പിന്നെ നമ്മുടെ ഈ കറി പൗഡേഴ്സൊക്കെ ഇട്ട് വെക്കുന്ന ഏരിയ ഒന്ന് വേറെ രീതിക്ക് ആക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. പൈസയും കൂടി ഒത്തു വരണ്ടേ. നമ്മുടെ മനസ്സിലാഗ്രഹം ഇരുന്നൊരു കാര്യമില്ലല്ലോ. ഇപ്പം തന്നെ ലോണും കാര്യങ്ങളൊക്കെ അടച്ച് ആകെ സീനായിട്ടിരിക്കുക. കുറേ അടവുകൾ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ നിങ്ങളോട് പറഞ്ഞ് ഇതാക്കുകയല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ വേറെയും കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ വീട്ടിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും അടുത്ത മാസമായിട്ടൊക്കെ എല്ലാം ഓണമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം എല്ലാം റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നല്ല ഉറക്കക്ഷീണമുണ്ട് ഗൈസ്, അതാണ് ഉറക്കപ്പിച്ചൊക്കെ. അങ്ങനെ എന്തായാലും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരെ ഫുഡ് കഴിക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ അമ്മ പ്രത്യേകം അവിടെ ഒരു നാടൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞ് ഞാനത് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെന്താ, ഞാനത് പൊളിച്ചെടുത്തിട്ട് ജസ്റ്റ് കറിക്കകത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഒരു പ്രൊമോഷൻ ഷൂട്ടിങ്ങിന് പോകാനുണ്ട് ചെങ്ങന്നൂർ. അപ്പോൾ നമ്മൾ അതിനും കൂടി റെഡി ആവാനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പുറത്ത് രാഹുലേട്ടൻ ഇന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാനുള്ള പുള്ളി അവിടെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുക. ബിഗ് ബോസിൽ നിവിൻ ഔട്ടായി പോയതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഔട്ടായി അല്ല, പുള്ളി ഇറങ്ങിപ്പോയായിരുന്നല്ലോ, പിന്നെ തിരിച്ച് കയറി വരുന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സിലിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ്? അപ്പോൾ നമ്മൾ ചെങ്ങന്നൂരുള്ള ഓക്സിജനിലാണ് കേട്ടോ പ്രൊമോഷൻ ഷൂട്ടിന് വന്നത്. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മളിതാ ഇനി പോവാനായിട്ട് എന്തായാലും ഇറങ്ങുകയാണ്. അപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഓണത്തിന് ഉള്ളതുകൊണ്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നീങ്ങിപ്പോയെന്ന് സത്യം പറഞ്ഞാൽ പറയാം. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളവിടെ ഒരു പായസത്തിൻ്റെ കട കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സാധാ ഒരു പായസം, ചൂട് പായസം, അടപ്രഥമനും പാലടയും. അപ്പോൾ രാഹുലേട്ടനും ഞാനും കൂടി എന്നാൽ പിന്നെ അതൊന്ന് കുടിക്കാമെന്ന് കരുതി.
എന്തായാലും നമ്മൾ വീട്ടിലൊന്നും പ്രത്യേകിച്ച് എപ്പോഴും ഒന്നും പായസം ഉണ്ടാക്കലില്ല. ഇതാകുമ്പോൾ 2 ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സിന് 30 രൂപയേ ഉള്ളൂ. 2 എണ്ണത്തിനും കൂടി 60 രൂപയ്ക്ക് ചുമ്മാ കഴിക്കാമല്ലോ. കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. എനിക്കൊന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. ചേട്ടനാണ് കേട്ടോ പുള്ളി നടത്തുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ പിത്തൂട്ടനൊരു 2 കളിപ്പാട്ടമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാഹുലേട്ടൻ മീൻ പിടിക്കാൻ പോയി. ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങി. മെയിൻ കാരണം എന്ന് വെച്ചാൽ രാഹുലേട്ടൻ മീൻ പിടിക്കാൻ പൊക്കോട്ടെ എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടിയൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബായ്.